നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് 4th ചാപ്റ്റർ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് ഷോസ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓൺ പർട്ടിക്കുലർ ഡേറ്റ്. Similarly, profit and loss account shows the net result of the business operation during a particular period. Unfortunately, both these statements do not show the flows of funds during a particular period. Hence, an additional statement has to be prepared. This additional statement is called a fund flow statement. അതായത് സാധാരണ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാറുണ്ട് അല്ലേ, അത് മസ്റ്റാണ്. ബാലൻസ് ഷീറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെറ്റ് റിസൾട്ട് അഥവാ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. എന്നാൽ ഈ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും 2 ഇയറുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കുന്നില്ല. അതായത് ഇപ്പോൾ ഈ വർഷത്തെയും അടുത്ത വർഷത്തെയും ബാലൻസ് ഷീറ്റുകൾ തമ്മിൽ ചേഞ്ച് ഉണ്ടാവും അല്ലേ, അതിലെ എമൗണ്ടുകൾ തമ്മിൽ ചേഞ്ച് ഉണ്ടായിരിക്കും. ആ എമൗണ്ടുകളിലെ ചേഞ്ച് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ബാലൻസ് ഷീറ്റ് കാണിച്ചു തരുന്നില്ല. അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അല്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഒരു ഡീമെറിറ്റ്സ് ആണത്. ആ ഡീമെറിറ്റ്സ് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഏതെന്ന് പറയുന്നത്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കി നോക്കൂ. മീനിങ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നോക്കാം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫ്ലോസ്, ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ഫണ്ട്സ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ബിറ്റ്വീൻ 2 dates. It tells us from where funds have come and where funds have gone. അതായത് 2 ഇയറുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് ഫണ്ടിൻ്റെ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇത്. അതായത് ഫണ്ടിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഫണ്ട് എവിടുന്ന് ബിസിനസ്സിലേക്ക് വന്നു, അല്ലെങ്കിൽ ആ ഫണ്ട് എന്തിനെല്ലാം വേണ്ടിയാണ് ആ ബിസിനസ് ചിലവഴിച്ചിട്ടുള്ളത് എന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ. According to Andoni, the fund flow statement describes the sources from which additional funds were derived and the uses to which these sources were put. എവിടെ നിന്നൊക്കെയാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് സോഴ്സസ് വന്നിട്ടുള്ളത്, അതുപോലെ എന്തിനെല്ലാം വേണ്ടിയാണ് നമ്മൾ ആ സോഴ്സസ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇതെന്നാണ് ഈ ഡെഫിനിഷനിൽ പറയുന്നത്. Okay, next, fund means cash, total resources and working capital. However, in the context of fund flow statement, the term fund means working capital. ഒരു ഫിനാൻഷ്യൽ ടേമിൽ നമുക്ക് ഈ ക്യാഷ്, ടോട്ടൽ റിസോഴ്സസ്, വർക്കിംഗ് ക്യാപിറ്റലൊക്കെ ഫണ്ടിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാം അല്ലേ. ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ക്യാഷ് ആയാലും ടോട്ടൽ റിസോഴ്സസ് ആയാലും വർക്കിംഗ് ക്യാപിറ്റൽ ആയാലും ഒക്കെ നമുക്കതിന് ഫണ്ട് എന്ന് പറയാം അല്ലേ. പക്ഷേ ഈ ഫണ്ട് ഫ്ലോ നമ്മൾ ഈ ചാപ്റ്ററിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലിനെയാണ്. ഓക്കെ, നെക്സ്റ്റ് മീനിങ് ഓഫ് ഫ്ലോ ഓഫ് ഫണ്ട്. ഫ്ലോ ഓഫ് ഫണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓക്കെ, ഫ്ലോ മീൻസ് ചേഞ്ച് ഓർ മൂവ്മെൻറ്റ്. Fund means working capital. Thus, fund flow means changes in working capital. The flow may be inflow or outflow. The inflow of fund is called source of fund. The outflow of fund is known as use or application of fund. If the total sources are more than the use, it results in increase of working capital. On the other hand, if the total uses are more than the total sources, it results in decrease of working capital. അതായത് ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് അല്ലെങ്കിൽ മൂവ്മെൻറ്റിനെയാണ് ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫണ്ട് ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വരുന്ന ചേഞ്ചസ് ആണ് ഫണ്ട് ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഫ്ലോ ഇൻഫ്ലോസും ആവാം അല്ലെങ്കിൽ ഔട്ട്ഫ്ലോസും ആവാം അല്ലേ.
ഇൻഫ്ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിലേക്ക് വരുന്ന ഫണ്ട്, അതായത് സോഴ്സസ് ഓഫ് ഫണ്ട്. ഔട്ട്ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിൽ നിന്ന് നമ്മൾ ചെലവഴിക്കുന്ന ഫണ്ട്, യൂസസ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്ന് പറയും. ഈ സോഴ്സസ് ഈ യൂസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ, സോഴ്സസ് കൂടുതലും നമ്മുടെ ആപ്ലിക്കേഷൻ കുറവുമാണെങ്കിൽ അതിന് നമ്മൾ ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. അതുപോലെ ടോട്ടൽ സോഴ്സസ് യൂസസിനേക്കാൾ കുറവാണെങ്കിൽ, യൂസസ് ആണ് കൂടുതൽ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ആണ് കൂടുതലെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നു? ഡിക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും പറയും. ഓക്കെ, അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് വൺ, ടു സെർവ് ആസ് എ ടെക്നിക് ഓഫ് മാനേജിങ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്യുന്നതിലൊരു ടെക്നിക്കാണ് ഏതെന്ന് പറയുന്നത്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ അതിന് മാനേജ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ്, ടു നോ ദി ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ദെയർ കോസസ്. വർക്കിംഗ് ക്യാപിറ്റൽ വന്നുള്ള ചേഞ്ചസ്, ആ ചേഞ്ചസ് എന്തുകൊണ്ടൊക്കെ വന്നു എന്നുള്ളത് അറിയാൻ സഹായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ്, ടു റിവീൽ ദി ഷോർട്ട് ടേം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഷോർട്ട് ടേമിൽ വരുന്ന ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അറിയുന്നതിന് ഇത് സഹായിക്കുന്നു, ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കുന്നു. ടു ആൻറ്റിസിപ്പേറ്റ് ദി വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ. വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ എങ്ങനെയാണ്, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ളത് മുൻകൂട്ടി അറിയുന്നതിന് ഈ സ്റ്റേറ്റ്മെൻറ്റ് ബിസിനസ്സിന് സഹായിക്കുന്നു. നെക്സ്റ്റ്, ടു റിവീൽ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ദാറ്റ് ഹാവ് ടേക്കൺ പ്ലേസ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ്. ഒരു പർട്ടിക്കുലർ പീരീഡിൽ വന്നുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ചേഞ്ചസുകൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയുന്നതിന് ഈ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കുന്നു. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് എ ബേസിസ് ഫോർ ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് ഒരു നിർണായക പങ്ക് വഹിക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ബിസിനസ്സിനെ സഹായിക്കുന്നു. ലാസ്റ്റ് വൺ, ടു അസസ് ദി ഗ്രോത്ത് ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ ഗ്രോത്ത് എത്രത്തോളം ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് ഈ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കുന്നു. ഓക്കെ.